guys, we're back. Did you miss us? Because we missed you. ഹലോ ഗായ്സ്, ഞങ്ങൾ രാവിലെ കുളിച്ചൊരുങ്ങി ആറുമുള പാർത്ഥസാരഥി അമ്പലത്തിലോട്ട് പോവാട്ടോ. ഞാൻ ഈ അമ്പലത്തിൽ ഇതുവരെ പോയിട്ടില്ല, എൻ്റെ ഫസ്റ്റ് ടൈമാണ്. എന്തായാലും ഈ അമ്പലത്തിൽ പോയി തൊഴാനുള്ള ഒരു ഭാഗ്യവും കൂടെ കിട്ടിയതിന് ഞാൻ ഗോഡിനോട് താങ്ക് യു പറയുന്നു. രാവിലെ സൗപ്പുക്കുട്ടി ഞാനും ഞങ്ങളുടെ സാരഥിയായിട്ട് മനോജ് എൻ്റെ കസിനും കൂടെ ഞങ്ങളങ്ങനെ പാർത്ഥസാരഥി അമ്പലത്തിലെത്തിട്ടോ. തൊഴുക മാത്രമല്ല കേട്ടോ, വള്ളസദ്യ കഴിക്കാനുള്ള ഒരു മോഹം കൂടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിനുള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് 2 നിറപറകളും താലപ്പൊലിയും വെറ്റയും പാക്കും വിളക്കൊക്കെ ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ കസിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് 2 വള്ളസദ്യകളുണ്ട്, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വള്ളസദ്യ നമുക്കിന്ന് കഴിക്കാൻ പറ്റുമെന്ന്. ദൈവത്തിനോട് നിറഞ്ഞ മനസ്സോടെ ഞാൻ പ്രാർത്ഥിച്ചു, ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾക്കൊന്ന് ഉള്ളിൽ കയറിയിട്ട് വള്ളസദ്യ കഴിക്കാനുള്ള ഭാഗ്യം തരണേ. എന്തായാലും അമ്പലത്തിനുള്ളിലത്തെ കാഴ്ചകൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റില്ല, പുറത്തെ കാഴ്ചകൾ ഞാൻ ക്യാപ്ചർ ചെയ്തു. അമ്പലത്തിനുള്ളിലെല്ലാം തൊഴുതിന് ശേഷം ഞാനും എൻ്റെ കസിനും സൗപ്പും കൂടെ പമ്പാ നദി തീരത്തിലോട്ട് പോവാം. ഈ അമ്പലത്തിനുള്ളിൽ കൂടെ തന്നെ നമുക്ക് പമ്പാ നദി തീരത്തിലോട്ട് പോകാം. ഈ തീരത്തിലോട്ട് പോകുമ്പം കുറേ സ്റ്റെപ്പുണ്ട്, പിന്നെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഷെൽട്ടറൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബാങ്കിലാണ് നമ്മുടെ പള്ളിയോടം വരുന്നത്. പള്ളിയോടം എന്ന് പറഞ്ഞാൽ ചുണ്ടൻ വള്ളം എന്നാണ് കേട്ടോ. ഈ വഴിപാടില്ലേ, വള്ളസദ്യ എന്ന് പറയുന്നത് തന്നെ ഒരു വഴിപാടാണ്. ഈ വഴിപാട് നേർന്ന ആളുകൾ ഈ വരുന്ന ചുണ്ടൻ വള്ളത്തിൽ വരുന്ന ക്രൂവിനെ ഇല്ലെങ്കിൽ വഞ്ചിപ്പാട്ട് പാടി വരുന്ന വള്ളത്തിൽ വരുന്ന ആളുകളെ സ്വീകരിച്ച് ഉള്ളിൽ കൊണ്ടുപോകണം. ഈ കാണുന്നതാണ് പമ്പാ നദി ഗൈസ്. അതിൻ്റെ ചുറ്റും ഇറ്റ് വാസ് റിയലി ഡേർട്ടി. ആളുകൾ വേസ്റ്റും ഒക്കെ ഇട്ട് വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊന്നുമല്ല എൻ്റെ മെയിൻ കൺസേൺ. എൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ എനിക്ക് ഈ വള്ളസദ്യയും പിന്നെ വള്ളത്തിൽ വരുന്ന ആളുകളെയും വഞ്ചിപ്പാട്ടും ഒക്കെ കേൾക്കണം, കാണണം, നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണം എന്നൊക്കെയായിരുന്നു. നല്ല വെയിലായിരുന്നു. അപ്പോൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കൈയും കാലും ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ തിരിച്ച് ആ സ്റ്റേജിൻ്റെ അവിടെ പോയി ഇരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചുണ്ടൻ വള്ളം വരുന്നുണ്ട് കേട്ടോ. നല്ല പാട്ടും മേളവും വഞ്ചിപ്പാട്ടും ഒക്കെ ദൂരേന്ന് കേൾക്കാം. ഈ വഞ്ചി തീരത്തിലോട്ട് അടുക്കുമ്പം തന്നെ വഴിപാട് നേർന്ന ഫാമിലി താലവും വിളക്കൊക്കെ അഷ്ടമംഗല്യമൊക്കെ കത്തിച്ച് ഇങ്ങനെ മുന്നിലോട്ട് വരും കേട്ടോ, ഇവരെ സ്വീകരിച്ച് അമ്പലനടയിൽ കൊണ്ടുപോകാൻ. വഞ്ചിപ്പാട്ട് കേട്ട് നിൽക്കാൻ ഒരു വേറെ വൈബ. എനിക്ക് ഗൂസ് ബമ്പ് വന്നു ഗൈസ്. ഇതാണ് നമ്മുടെ വള്ളസദ്യ, ദൈവത്തിന് ഒരുക്കിയ ഇലയാണത്. വള്ളസദ്യ നടത്തുന്ന ഫാമിലീസിന് കൂപ്പൺ ഉണ്ട് കേട്ടോ. ആ കൂപ്പൺ കിട്ടുന്ന ആളുകൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. നമുക്ക് കൂപ്പൺ ഇല്ലാത്തവർക്ക് ആദ്യമേ പന്തിയിലൊന്നും കയറാനേ പറ്റൂല. എന്തായാലും ലെറ്റ്സ് ട്രൈ. നമുക്ക് ഊണിന് കൂപ്പൺ ഇല്ല ഗൈസ്. ഞങ്ങൾ എന്തായാലും ക്യൂലൊക്കെ നിൽക്കുകയാണ്. അവിടെ മുന്നിൽ ചെന്നിട്ട് അവർ ഞങ്ങളെ കയറ്റി വിടുകയാണെങ്കിൽ ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് ഊണ് കഴിക്കും കേട്ടോ. കണ്ടോ, അവിടെ ഒരു ചെക്കറൊക്കെ ഉണ്ട്, അയാൾ ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കൂപ്പൺ ഉണ്ടോ നോക്കാം കേട്ടോ.
ഞങ്ങൾക്ക് ഇന്ന് ഊണ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഓൾ റെസ്പോൺസിബിലിറ്റി ടു മിസ്റ്റർ മനോജ്. നമ്മൾ ആറന്മുള ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അന്നദാനം, ഇത് അന്നദാനമല്ല, വള്ളം സദ്യ. സ്റ്റാൻഡിങ് സിൻസ് 1 hour ഗൈസ്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനും സൗപ്പുകുട്ടി ക്ഷീണിച്ച് നല്ല ചൂടും ഫുൾ ടാനൊക്കെ അടിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക. ദൈവമേ, ഒരു പ്രാവശ്യമെങ്കിലും ഉള്ളിൽ കയറി വള്ളസദ്യ കഴിക്കാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടെ. അങ്ങനെ ഗൈസ് വെയിറ്റിംഗ്. ആഫ്റ്റർ 2 hours നമ്മളെ ഉള്ളിൽ കയറ്റി വിടുന്നുണ്ട്. നമ്മളെ വിടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അല്ലേ. നമുക്ക് പോയിട്ട് നോക്കാം. ഇപ്പം ചെക്കിംഗ് ഇല്ല ഗൈസ്, ഞങ്ങൾ അങ്ങനെ കയറാൻ പോവാണ്. ഇല്ല, there is no checking. Everyone is getting in. See? We are getting in guys. ഗൈസ്, ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തിരക്കി നിൽക്കുകയാണ്. ഇടിച്ചു തള്ളി ഇവിടെ വരെ എത്തി. ഇനി നമ്മൾ ഉള്ളിൽ കയറാനായിട്ട് അടുത്ത പന്തിയിൽ വെയിറ്റ് ചെയ്യണം. ഫൈനലി വി ഗോട്ട് ദ സീറ്റ്. റഷ് ചെയ്ത് ഉള്ളിൽ കയറി. ആൻഡ് ഹിയർ വി ആർ. വി ആർ ഗോണ ഈറ്റ് വള്ളംകളി സദ്യ. ഞങ്ങളുടെ മുഖത്തെ ക്ഷീണമൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ആ സന്തോഷമില്ലേ, ആ ഇല കണ്ടപ്പോൾ, ആ സദ്യ കഴിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം, അതെനിക്ക് പറഞ്ഞ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് സോ ഇമോഷണൽ. എന്തായാലും ഇലയിൽ വിളമ്പിയ ഓരോ സാധനങ്ങളും ഞങ്ങൾ ഭയങ്കര കൗതുകത്തോടാണ് ഞാനും സോപ്പും കണ്ടിരുന്നത്. ഉണ്ണിയപ്പം, നെയ്യപ്പം, അതേ കൂട്ട് വട, ശർക്കര വരട്ടി, ഉപ്പേരി, ചേന ഉപ്പേരി, വഴുതനങ്ങ ഉപ്പേരി, കായ വറുത്തത്, ചെറിയ പഴത്തിൻ്റെ ഒരു പീസ്, ഉപ്പിലിട്ട മാങ്ങ, 3-4 തരത്തിലെ അച്ചാർ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. ടോട്ടൽ 63 items ആണ് ആറന്മുള വള്ളസദ്യയിൽ വിളമ്പുന്നത്. നമുക്കെല്ലാം ഒന്നും കിട്ടിയില്ല. അവർ നേരത്തെ തന്നെ എന്നെ അപ്പോളജി പറഞ്ഞു. ബിക്കോസ് ഫസ്റ്റ് വള്ളത്തിൽ കൂടെ വരുന്ന ആളുകൾക്കാണ് ഓരോ പാട്ട് പാടിയാണ് വള്ളത്തിൽ വരുന്നവർ ചോദിക്കുന്നത് ഈ വഴിപാട് നടത്തുന്ന ആളുകളോട്. അതെല്ലാം വിളമ്പുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് 2 തരത്തിലെ പപ്പടമൊക്കെ കിട്ടി. വലിയ പപ്പടം, ചെറിയ പപ്പടം, പിന്നെന്തായിരുന്നു, പച്ചടി, കിച്ചടി, തോരൻ, അച്ചാർ തന്നെ പലതരത്തിലുണ്ടായിരുന്നു. പിന്നെ നല്ല റെഡ് റൈസ് ചൂടോടെ, അതിനകത്ത് പരിപ്പും നല്ല നെയ്യും ഒക്കെ ഒഴിച്ച് ഒരു അടിപൊളി സദ്യയായിരുന്നു ഗൈസ്. അതിന് ശേഷം അവർ സാമ്പാർ കൊണ്ടുവന്നു. അതാണ് ഞാൻ പറഞ്ഞ വഴുതനങ്ങ ഉപ്പേരി. ഗോഡിന് ഏറ്റവും ഇഷ്ടമുള്ള അത്. ചൂടുവെള്ളം, ആ ചൂടുവെള്ളം കുടിക്കുമ്പം വേറെ തന്നെ സുഖമാണ്. സാമ്പാർ, പിന്നെ തേങ്ങ ചട്നി, അതുകൂടാതെ തന്നെ അവിയൽ, കിച്ചടി, പച്ചടി, കാളൻ ഉണ്ടായിരുന്നു, പിന്നെ എരിശ്ശേരി ഉണ്ടായിരുന്നു, 4 തരത്തിലെ പായസം. എനിക്ക് ചോറ് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ തന്നെ അവർ 4 തരത്തിലെ പായസം, വെള്ളപ്പായസം, കടലപ്രഥമനൊക്കെ അങ്ങനെ കഴിച്ചിട്ടിറങ്ങിയപ്പോൾ നമ്മുടെ പൊളിറ്റീഷ്യൻ PC ജോർജിനെയൊക്കെ കണ്ടു ഗൈസ്. നമ്മുടെ കൂടെ മിസ്റ്റർ PC ജോർജും ഉണ്ടായിരുന്നു കേട്ടോ വള്ളസദ്യ കഴിക്കാൻ. അങ്ങനെ വള്ളസദ്യയൊക്കെ കഴിച്ച് നല്ല വഞ്ചിപ്പാട്ടൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ തിരിച്ച് വീട്ടിൽ പോവാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത വർഷം ഹോളിഡേയ്സിന് വരുമ്പോഴും അമ്പലത്തിൽ വന്ന് തൊഴുത് ഇവിടുത്തെ സദ്യ കഴിക്കാനുള്ള യോഗം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ തിരിച്ച് വീട്ടിൽ പോവാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതേ കൂട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഷെയർ ചെയ്യണം. ആറന്മുള വന്നിട്ട് ആറന്മുള വാൽക്കണ്ണാടി മേടിക്കാതെ എങ്ങനെയാണ് ഞാൻ തിരിച്ചു പോകുക. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജർമ്മനി കൊണ്ടുപോകാൻ ഒരു വാൽക്കണ്ണാടിയും കൂടെ പാക്ക് ചെയ്തു. സോ ടേക്ക് കെയർ ആൻഡ് ബൈ.